നമസ്കാരം. പാട്ടുപാടിയും മിമിക്രി ചെയ്തും ആളെ കയ്യിലെടുക്കാൻ തൃശൂർ നസീർ എന്ന ഗിന്നസ് നസീർ ഇത്തവണ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറത്ത് താങ്കൾ പാട്ടും പാടി തോൽക്കില്ലേ എന്ന് ചോദിച്ചാൽ താൻ പാട്ടും പാടി ജയിക്കുമെന്നാണ് നസീറിന്റെ മറുപടി. 2019 രാഹുൽ ഗാന്ധിക്കും 2021 പിണറായി വിജയനുമെതിരെ സ്വതന്ത്രനായി മത്സരിച്ച വ്യക്തിയാണ് നസീർ. താൻ വെറുതെ മത്സരിക്കുകയല്ലെന്നും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ജനപ്രതിനിധികളാണ് ഇവിടെയുള്ളതെന്നും മണ്ഡലത്തിലെ തന്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ചും നസീർ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. സുഹൃത്തുക്കളെ, ഞാൻ തൃശ്ശൂർ നസീർ, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ. ഞാനിവിടെ ഈ പ്രാവശ്യം മലപ്പുറത്ത് ഇലക്ഷൻ നിൽക്കുകയാണ്, ലോകസഭ സ്ഥാനാർത്ഥിയായിട്ട്. നല്ലവരായ ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു ചേഞ്ച് കാണണമെങ്കിൽ, ഇവിടെ ഒരു നാട്ടിൽ ഒരു വ്യത്യാസം വരണമെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക. എന്നാൽ അതിനുള്ള മെച്ചം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ LDF ഏരിയയിൽ ശക്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് കാരണം ഇവരിവിടുന്ന് ജയിച്ച് ഹായിട ബായിട പോയിട എന്നും പറഞ്ഞിട്ട് ഒരു പോക്ക പോകും. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ കൈ പോക്കാൻ വരുള്ളൂ. ഇവിടെ ഈ മലപ്പുറം ടൗണിൽ ഈ കുന്നുമ്മ 10-20 കൊല്ലമായി ഒരു KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് അവിടെ പട്ടി പെറ്റി വരികയാണ്. മാത്രമല്ല, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾ വന്നാൽ സാരി പൊക്കിയിട്ട് വേണം അങ്ങനെ കിടക്കാൻ. അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പം അതുവരെ ശരിയാക്കാൻ പറ്റാത്ത ആൾക്കാരാണോ ഈ നാട് നന്നാക്കാൻ പോകുന്നത്? ഇവിടെ അതുമാതിരി ഓരോ പ്രശ്നങ്ങൾ, ഒരു ഡെവലപ്മെൻറ്റ്, കുറച്ച് ബിൽഡിങ് വന്നു എന്നല്ലാതെ കണ്ട് ഈ മലപ്പുറം മണ്ഡലത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല. ഒരിക്കലും ജയസാധ്യത ഇല്ലാത്തൊരു മണ്ഡലത്തിൽ കാരണം പ്രതിഷേധമാണോ അതോ വിജയിക്കുന്ന പ്രതീക്ഷയാണ്? ഇതിപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ടിലെ ടയറ് ബാക്കിലേക്ക് ഇട്ടു, ബാക്കിലെ ടയറ് ഫ്രണ്ടിലേക്ക് ഇട്ടു. 2 സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. എനിക്ക് ഒരു പാർട്ടിക്കാരോടും ഒരു ദേഷ്യവും ഒന്നുമില്ല. മറ്റുള്ള ആളുകളുടെ പേരും പറഞ്ഞ് ചൂഷണം ചെയ്ത് ജീവിക്കല്ല വേണ്ടത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടില്ല. ഞാനിവിടെ ആദ്യം ചെയ്യുന്ന കാര്യം, ആരുമില്ലാത്ത അനാഥയായ അമ്മമാർ, പാവപ്പെട്ട അമ്മമാരായാലും ആരുമില്ലാത്ത അമ്മമാർക്ക് ആദ്യം അവർക്ക് വേണ്ട മെഡിക്കൽ അവർക്ക് മെഡിസിൻ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. രണ്ടാമത് ചെയ്യുന്നത്, ഇപ്പോഴും മലപ്പുറത്തെ ചില ഏരിയകളിൽ കുടിവെള്ളം കിട്ടുന്നില്ല. അവിടേക്ക് ഓരോ കുടവുമായി ഓരോ ചെറിയ കുട്ടികൾ, അമ്മമാരൊക്കെ ഉമ്മമാരൊക്കെ കുടയിട്ട് വെള്ളം എടുത്ത് പോകണമെന്ന് വളരെ സങ്കടം തോന്നുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് 40 വർഷമായി ഒരു പാർട്ടിനെ ഇവിടെ ഭരിക്കുന്നു, എന്നിട്ടും ഒരു ഡെവലപ്മെൻറ്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാരണവും. മാത്രമല്ല, ഇവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഇനി ഞാൻ എൻ്റെ പോക്കറ്റ് വീർപ്പിക്കാനോ എൻ്റെ വികസനത്തിനല്ല. ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ അവരാരെ പോക്കറ്റ് വീർപ്പിക്കാൻ അവരുടെ വികസനം നടക്കും, അവരുടെ വീട്ടിലെ വികസനവും നടക്കും. പക്ഷെ ഞാൻ ജനങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും, ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഏത് പാതിരിക്ക് വിളിച്ചാലും ഞാൻ അവരുടെ അടുത്ത് ചെല്ലും. ജയിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. ജനങ്ങൾ തീരുമാനിക്കണം ഞാൻ ജയിക്കുമോ ഇല്ലയോ. കാരണം മാക്സിമം ഞാൻ ഇവിടെ അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. ആദ്യമായി 1990 ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലാണ് എൻ്റെ പേര് വന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി. അന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയല്ല, രാജീവ് ഗാന്ധിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്.
1990 ടാൽക്കോട്ട സ്റ്റേഡിയത്തിൽ വെച്ച് 5 മണിക്കൂർ അത് എൻ്റെ മിമിക്രി പ്രോഗ്രാമിൽ ഫസ്റ്റ് എൻ്റെ റെക്കോർഡ്, ആദ്യത്തെ റെക്കോർഡ്. ആ മധു, എടോ രാഘവ, അടുത്ത വീട്ടിലെ പാറുക്കുട്ടിയമ്മയുടെ മകളുമായിട്ട് നിനക്കെന്താ ബന്ധം? ചോദിച്ച കേട്ടില്ല എന്താ ബന്ധമെന്ന്. ഞാനത് പറയുമ്പോൾ നിനക്കത് മനസ്സിലാവില്ല. ഒരു പൗർണമി രാത്രിയിൽ നീ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരുന്നതും നിന്നെ കാത്തിരുന്നതുമെല്ലാം മറന്നുപോയോ ശാരദ? ആരൊക്കെ എന്ത് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി ശാരദ, ഒരു പുരുഷൻ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും ശാരദ, ഞാൻ മാത്രമാണ്. പെണ്ണുങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ല, ചിരിക്കണം. അങ്ങനെയല്ല ഇങ്ങനെ ആ മണ്ടിപ്പെണ്ണേ. തിലകൻ, കോക്ക് എത്ര ഓളം കണ്ടതാ, ഇവോളം എത്ര കോക്കിനെ കണ്ടതാ. പൊക്കോടാ. താമരശ്ശേരി ചുരം അന്നാല് നിൽക്കുന്നത് 3 ശബ്ദം ഒരേ സമയത്ത്. അതിനുശേഷം 1992 ഞാൻ ആസാദ് ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് 40 മണിക്കൂർ മിമിക്രിയാക്കി മാറ്റി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ആദ്യമായി കരസ്ഥമാക്കി 92. അതിനുശേഷം ഞാൻ ഇട്ട റെക്കോർഡ് പിന്നെ എന്താണെന്ന് വെച്ചാൽ മൗത്ത് ഓർഗനായിരുന്നു. അത് 101 മണിക്കൂർ. അത് അമിതാഭ് ബച്ചൻ ക്ലോസിംഗ് സെറമണി ഗവർണർ എൻ കൃഷ്ണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 2005 ബോംബെയിൽ വെച്ചായിരുന്നു. അതിനുശേഷം ഞാൻ 2017 ഇവിടെ തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയും പിന്നെ 2-3 മന്ത്രിമാരും കൂടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് 2017 ഞാൻ തിരുവനന്തപുരം മ്യൂസിയത്തിൽ വെച്ചിട്ട് 113 മണിക്കൂർ റെക്കോർഡിട്ടത്. ആ റെക്കോർഡ് ഇപ്പോഴും നിലവിലുണ്ട്.